നമസ്കാരം. കേരളത്തിൽ ക്രൈം ബാധിത സംഭവങ്ങളൊക്കെ ദിനംപ്രതി ഉയരുകയാണ്. കൊലപാതകം, തട്ടിപ്പ്, സ്ത്രീകൾക്കെതിരായ അതിക്രമം, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ കുറ്റകൃത്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നുണ്ട്. ഒരുപാട് വാർത്തകൾ ഇത് സംബന്ധിച്ച് പുറത്തു വരികയാണ്. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തിനകത്ത് തന്നെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന ക്രൈമുകളൊക്കെ തന്നെ കൂടി വരികയാണ്. അത്തരം വാർത്തകളിലേക്കാണ് നമ്മൾ നോക്കുന്നത്. മുൻവൈരാഗ്യം തീർക്കുവാൻ ടാപ്പിംഗ് തൊഴിലാളിയെ കട്ടൻ ചായയിൽ വിഷം കലർത്തി കൊല്ലുവാൻ ശ്രമിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിലായി. കളപ്പാട്ടുകുന്ന് തേങ്ങോട് വീട്ടിൽ 24-കാരനായ അജയ് അറസ്റ്റിലായത്. കാരാട് വടക്കുംപാടം ചെന്നൈയിൽ വീട്ടിൽ സുന്ദരനാണ് പരാതി നൽകിയിരിക്കുന്നത്. ടാപ്പിംഗ് തൊഴിലാളിയായ സുന്ദരൻ പുലർച്ചെ ജോലിക്ക് പോകുമ്പോൾ ഇടയ്ക്ക് കുടിക്കുവാനായി ഈ ഫ്ലാസ്കിൽ കട്ടൻ ചായ കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഫ്ലാസ്ക് ബൈക്കിൽ വെക്കുകയാണ് പതിവ്. കഴിഞ്ഞ 10-ന് ചായ കുടിച്ചപ്പോൾ രുചി വ്യത്യാസം തോന്നി. പിന്നീട് സുതാര്യമായ പ്ലാസ്റ്റിക് കുപ്പിയിലാണ് കട്ടൻ ചായ കൊണ്ടുപോയത്. 14-നും ചായ കുടിച്ചപ്പോൾ രുചി വ്യത്യാസം തോന്നി. പരിശോധിച്ചപ്പോൾ നിറത്തിലും മാറ്റം കണ്ടു. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. CI N ദീപകുമാർ, SI MR സജി, CPO ബൈജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ അജയും സുന്ദരനും തമ്മിൽ നേരത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തി. തുടർന്ന് അജയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റം സമ്മതിച്ചത്. പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. മെഡിക്കൽ കോളേജിന് സമീപത്തെ ഓടയിലെ വെള്ളത്തിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വടകര സ്വദേശി കണ്ണനാണ് മരിച്ചത്. 76 വയസ്സായിരുന്നു. ഓടയിലെ വെള്ളത്തിൽ നിന്ന് ഷോക്കേറ്റാണ് കണ്ണൻ മരിച്ചതെന്നാണ് സംശയം. മെഡിക്കൽ കോളേജിൽ IMGക്ക് സമീപം വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു അദ്ദേഹം. ഞായറാഴ്ച രാവിലെ നടക്കാൻ ഇറങ്ങിയതായിരുന്നു. തിരിച്ചു വന്നില്ല അദ്ദേഹം. തുടർന്ന് നടത്തിയ തിരച്ചിലാണ് ഓടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പ്രദേശത്ത് നിന്ന് നേരത്തെയും കുട്ടികൾക്ക് ഷോക്കേറ്റിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. ഇത് സംബന്ധിച്ച് KSBക്ക് പരാതി നൽകിയിരുന്നെങ്കിലും ഫലമുണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. വൈദ്യുതി വകുപ്പിന്റെ ഘടകാര്യസ്ഥതയാണ് ഈ വ്യക്തിയുടെ മരണത്തിന് കാരണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി UC രാമൻ ആരോപിച്ചു. ഇതിനിടെ പോത്തിനെ കുളിപ്പിക്കുവാൻ പോയ ഗ്രഹനാഥനെ ഗുരുതരമായി പരിക്കേറ്റ് രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കണിയാപുരം അണ്ടൂർക്കോണം പറമ്പിൽപ്പാലം തെക്കേതിൽ ഷംന മൻസിൽ ഷറഫുദ്ദീനാണ് മരിച്ചത്. ഇയാൾ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 7 മണിയോടെ വീട്ടിൽ വളർത്തുന്ന പോത്തിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി സുരക്ഷിതമാക്കി കെട്ടുമായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഇതുപോലെ തന്നെ 10 മണിയോടെ വീട്ടിലെത്തിയ മകൻ ഷാൻ പിതാവിനെ കാണാത്തതിനെ തുടർന്ന് തിരയുന്ന സമയത്താണ് ഈ വീടിന് പിന്നിലെ പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ തലയുടെ പിന്നിലായി മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. ചെവിയിൽ രക്തം വാർന്നിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഈ പോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റതാകാമെന്നാണ് കരുതപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യ സുഖമില്ലാതെ വീട്ടിൽ കിടപ്പിലായിരുന്നു. എന്തായിരുന്നാലും ഒരു ദുരൂഹത ഉണ്ടോ എന്നൊരു സംശയമൊക്കെ ഉയരുകയാണ്. വാർത്തയിലേക്ക്. മലപ്പുറം കുറ്റിപ്പുറത്ത് ബസ് മറിഞ്ഞു വൻ അപകടം. കുറ്റിപ്പുറം പള്ളിപ്പടിയിൽ കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപം വിവാഹ പാർട്ടി സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സാണ് മറിഞ്ഞത്. അപകടത്തിൽ ഒരുപാട് പേർക്ക് പരിക്കേറ്റു. വേഗതയിലെത്തിയ ബസ് കാറിൽ ഇടിച്ചാണ് മറിഞ്ഞത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടമുണ്ടായത്. ഈ റോഡ് വീതി കുറയുന്ന സ്ഥലത്തെ കുഴിയിലേക്കായിരുന്നു ബസ് മറിഞ്ഞത്. അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗത തടസ്സം നേരിട്ടു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ലെന്നാണ് വിവരം. നിലവിൽ ക്രെയിൻ ഉപയോഗിച്ച് ബസ് റോഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. കോട്ടയ്ക്കൽ ഭാഗത്തു നിന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ് ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. ബസ് വേഗതയിലായിരുന്നുവെന്നും നിയന്ത്രണം വിട്ടാണ് ഡിവൈഡറിലും കാറിലും ഇടിച്ചു മറിഞ്ഞതെന്നുമാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ തന്നെ റോഡിൽ പലയിടത്തായി കുഴികളുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്ഥിരം അപകട മേഖലയാണെന്നും മുന്നറിയിപ്പോ ബോർഡുകളോ മറ്റ് സുരക്ഷാ സംവിധാനമോ ഏർപ്പെടുത്തിയിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. റോഡ് നിർമ്മാണം നടക്കുന്നതിന് സൂചനാ ബോർഡ് അടക്കം ഇവിടെയില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ഇതിനിടെ കോട്ടയത്ത് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം പാല മുത്തൂലിയിലെ ലോഡ്ജിലാണ് പുലിയന്നൂർ സ്വദേശിയായ 61-കാരനായ TG സുരേന്ദ്രനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റിട്ടയർഡ് SI ആണ് മരിച്ച TG സുരേന്ദ്രൻ. മുത്തേലി കവലയ്ക്ക് സമീപത്തുള്ള ലോഡ്ജിൽ ഇന്ന് രാവിലെയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. റിട്ടയർ ചെയ്തതിനു ശേഷം ഇയാൾ കടപ്പാട്ടൂരിലെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അദ്ദേഹം വീട്ടുകാരുമായി പിണങ്ങി 1 വർഷത്തോളമായി ഈ ലോഡ്ജിലാണ് താമസിച്ചിരുന്നത്. 2 ദിവസമായി പമ്പിൽ എത്താതിരുന്നതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ മരണ വിവരം അറിഞ്ഞത്. കട്ടിൽ നിന്നും നിലത്ത് കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമായിട്ടില്ല. മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂരിൽ വെടിക്കെട്ട് കലാകാരൻ പന്തലങ്ങാട് സുരേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വീടിന്റെ മുകളിൽ ട്രസ്റ്റ് മേഞ്ഞ ഭാഗത്ത് പുലർച്ചെ 4 മണിയോടെയാണ് സുരേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കേരളത്തിലെ പ്രധാനപ്പെട്ട പൂരങ്ങൾക്കെല്ലാം വെടിക്കെട്ട് നടത്തിയിട്ടുള്ള കലാകാരനാണ് അദ്ദേഹം. ശബരിമല എന്നിവിടങ്ങളിൽ, തൃശൂർ പൂരം അതുപോലെ തന്നെ ശബരിമല എന്നിവിടങ്ങളിൽ വെടിക്കെട്ടിന് നേതൃത്വം കൊടുത്ത കലാകാരിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഷീന. തൃശൂർ പൂരത്തിൽ കരിമരുന്ന് വെടിക്കെട്ടിനിടെ മരണപ്പെട്ട വെടിക്കെട്ട് കലാകാരൻ സുന്ദരൻ, വെടിക്കെട്ട് കലാകാരൻ ആനന്ദൻ എന്നിവർ സഹോദരങ്ങളാണ്.
ഇതിനിടെ മലപ്പുറം നിലമ്പൂരിൽ നവദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നിലമ്പൂർ മണലോടിയിലാണ് നവദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മണലോടിയിൽ താമസിച്ചിരുന്ന രാജേഷ്, ഭാര്യ അമൃത എന്നിവരാണ് മരിച്ചത്. രാജേഷിന് 23 വയസ്സ് മാത്രമാണ് പ്രായം. ഭാര്യ അമൃതയ്ക്ക് 19 വയസ്സ് മാത്രമാണ്. ഈ രാജേഷിനെ വിഷം ഉള്ളിൽ ചെന്നും പിന്നീട് തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. അമൃതയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും ആത്മഹത്യ ചെയ്തതാണെന്ന സംശയമാണ് ഉള്ളത്. സ്ഥലത്ത് പോലീസ് എത്തി തുടർ നടപടികളൊക്കെ നടത്തിയിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് പോലീസ്. 2 മാസം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത്. ഈ വിവാഹ ശേഷം ഇരുവരും തമ്മിൽ പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് അയൽവാസികൾ പറയുന്നത്. തുടർന്ന് സംഭവ ദിവസവും തമ്മിൽ വഴക്കുണ്ടായിരുന്നുവെന്നും അയൽക്കാർ പറയുന്നുണ്ട്. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഇരുവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാജേഷിന്റെ വീട്ടിലെ സോഫയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഭാര്യ ഭർത്താവിന്റെ മരണശേഷം ഉടൻ തന്നെ പ്ലാസ്റ്റിക് കയറിൽ തന്നെ ജീവനൊടുക്കിയത്. രാജേഷ് പന്തൽ പണിക്കൊക്കെ പോയിരുന്ന ഒരു വ്യക്തിയാണ്. ഇതിനു മുന്നേ തന്നെ ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും തുടർന്ന് വീട്ടുകാർ പോക്സോ കേസ് ഫയൽ ചെയ്തുവെന്നും ഇതേ തുടർന്ന് രാജേഷിനെ ജയിലിലായിരുന്നു. അവിടുന്ന് ഇറങ്ങിയതിനു ശേഷമാണ് ഇരുവരുടെ വിവാഹമൊക്കെ നടന്നത്. പിന്നെ അതിനുശേഷം ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും പെട്ടെന്ന് ഇവർക്കിടയിൽ ഉണ്ടായ പ്രശ്നം എന്താണെന്നൊന്നും കൃത്യമായി അറിയില്ല. എന്തായിരുന്നാലും ജീവിച്ചു തുടങ്ങിയ ഉടൻ തന്നെ, അതായത് വെറും 2 മാസത്തെ ദാമ്പത്യ ബന്ധം മാത്രമാണ് ഇരുവരും ജീവനൊടുക്കുന്നതിലേക്ക് മറ്റൊരു കാരണം ഉണ്ടായിരിക്കുകയാണ്. അതെന്താണെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. മറ്റൊരു വാർത്തയിലേക്ക്, മദ്യലഹരിയിൽ മകൻ അമ്മയെ മർദ്ദിച്ചു. തടയാൻ ശ്രമിച്ച അച്ഛനെ വെട്ടി പരിക്കേൽപ്പിച്ചു. രാജക്കാട് ആത്മാവ് സിറ്റി വീട്ടിൽ സുധീഷാണ് മാതാപിതാക്കളെ ഉപദ്രവിച്ചത്. സുധീഷിന്റെ അച്ഛൻ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു ഈ ഒരു മർദ്ദനം. മദ്യലഹരിയിൽ വീട്ടിലെത്തിയ സുധീഷ് ആദ്യം അമ്മയെ മർദ്ദിക്കുകയായിരുന്നു. ഇത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് പിതാവിനെയും ആക്രമിച്ചത്. തുടർന്ന് കത്തികൊണ്ട് പിതാവിനെ വെട്ടുകയായിരുന്നു. അവശനായി വീണ പിതാവിനെ പ്രദേശവാസികൾ ചേർന്ന് ആദ്യം രാജക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് ഈ ഒരു പരിക്ക് ഗുരുതരമായതിനാൽ വീണ്ടും തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിലുള്ള അദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. സുധീഷിനെ ഉടുമ്പൻചോല പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റൊരു വാർത്തയിലേക്ക്, പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിക്ക് 5 വർഷം കഠിന തടവും 30,000 രൂപ പിഴയും. കിടാറൂർ മൈലച്ചിൽ കൈതക്കുഴി സ്വദേശി അജിത്തിനെയാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ജഡ്ജി പിഴത്തുക അതിജീവിതനായ കുട്ടിക്ക് നൽകാനും പിഴ ഒടുക്കിയില്ലെങ്കിൽ 3 മാസം അധിക കഠിന തടവ് കൂടി അനുഭവിക്കണമെന്നും വിധിയിൽ പറയുന്നുണ്ട്. 2024 ഫെബ്രുവരി 13 കേസിനാസ്പദമായ സംഭവം. ഈ ദിവസം കുട്ടിയുടെ സഹോദരി മരിച്ച ദിവസമായിരുന്നു. ബന്ധുവായ പ്രതിയും മരണവീട്ടിലെത്തിയിരുന്നു. രാത്രിയോടെ പ്രതി കുട്ടിയെ ഉറക്കാനെന്ന വ്യാജേനെ അടുത്ത മുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞ് ശരീരഭാഗങ്ങളിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച കുട്ടിയെ മാതാവ് മലയങ്കിഴി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചപ്പോഴാണ് പീഡന വിവരം പുറംലോകം അറിയുന്നത്. ഇതിനിടെ അമ്മയെ ബലാത്സംഗം ചെയ്ത കേസിൽ മകൻ അറസ്റ്റിലായി. അമ്മയ്ക്ക് മുൻപ് അവിഹിത ബന്ധമുണ്ടായിരുന്നുവെന്ന് ആരോപിച്ചാണ് ഇയാൾ ഉപദ്രവിച്ചത്. അമ്മ ചെയ്ത തെറ്റിന് നൽകുന്ന ശിക്ഷ എന്ന പേരിലാണ് ബലാത്സംഗമെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ 39-കാരനായ ഇയാൾ ഇത്തരത്തിലൊരു കൊടും ക്രൂരത ചെയ്തത്. 65-കാരിയായ സ്ത്രീയാണ് പരാതിക്കാരി. ഇവർക്ക് ഇയാളെ കൂടാതെ 2 പെൺമക്കൾ കൂടിയുണ്ട്. ഡൽഹിയിലെ ഹൌസ് ഖാസി പ്രദേശത്താണ് ഇവർ താമസിക്കുന്നത്. വിദേശത്തു നിന്ന് തീർത്ഥയാത്ര കഴിഞ്ഞ് കുടുംബം തിരിച്ചെത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ആക്രമണം നടന്നതെന്ന് ഖാസി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഇവരുടെ ഭർത്താവ് വിരമിച്ച സർക്കാർ ജീവനക്കാരനാണ്. കുറ്റാരോപിതനായ മകൻ, ഇളയ മകൾ എന്നിവരോടൊപ്പമാണ് പരാതിക്കാരി താമസിക്കുന്നത്. ജൂലൈ 17-ന് പരാതിക്കാരിയും ഭർത്താവും ഇളയ മകളും സൗദിയിലേക്ക് യാത്ര തിരിച്ചു. ഈ യാത്രയ്ക്കിടെ പ്രതി പിതാവിനെ വിളിച്ച് ഉടൻ ഡൽഹിയിലേക്ക് മടങ്ങി വരുവാൻ നിർബന്ധിച്ചു. മാതാവിനെ വിവാഹമോചനം ചെയ്യുവാൻ പിതാവിനോട് ആവശ്യപ്പെട്ടു. തന്റെ ബാല്യകാലത്ത് അമ്മയ്ക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നുവെന്ന് ആരോപിച്ച് ബന്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഓഗസ്റ്റ് 1-ന് പരാതിക്കാരി ഡൽഹിയിൽ തിരിച്ചെത്തി. വീട്ടിലെത്തിയ ശേഷം മകൻ അവരെ ഒരു മുറിയിൽ പൂട്ടിയിടുകയും മർദ്ദിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. തന്റെ കുട്ടിക്കാലം നശിപ്പിച്ചുവെന്ന് ആരോപിച്ചാണ് ഉപദ്രവിച്ചത്. ഇതോടെ പരാതിക്കാരി മൂത്ത മകളുടെ വീട്ടിൽ അഭയം തേടി. എന്നാൽ ബലാത്സംഗം ചെയ്തു വന്ന വിവരം ആരോടും പറഞ്ഞിരുന്നില്ല. ഓഗസ്റ്റ് 11-ന് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പീഡനം തുടർന്നു. അമ്മയുടെ സ്വകാര്യമായി സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടുപോയി മുറിയിൽ പൂട്ടിയിട്ട് 2ാമത് ബലാത്സംഗം ചെയ്യുകയായിരുന്നു. അമ്മയുടെ മുൻ ബന്ധങ്ങൾക്ക് താൻ ശിക്ഷ നൽകുകയാണെന്ന് പറഞ്ഞാണ് ഇയാൾ ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തത്. ബലാത്സംഗം ചെയ്യപ്പെട്ട വിവരം പിറ്റേ ദിവസം സ്ത്രീ തന്റെ ഇളയ മകളോട് പറഞ്ഞു. മകളാണ് പോലീസിനെ സമീപിക്കുവാൻ മുൻകൈയെടുത്തത്. ഇരുവരും ഖാസി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് 64 പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതി അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്, ഭാര്യ ഉപേക്ഷിച്ച് പോയതിന് പിന്നാലെ ഭിന്നശേഷിക്കാനായ മക്കളെ കൊലപ്പെടുത്തി പിതാവ് ജീവനൊടുക്കി. കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലി ദമൻ ദിയുവിലെ സിൽവാസയിൽ വെള്ളിയാഴ്ചയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. 2 മക്കളെ കഴുത്ത് തിരിച്ചു കൊന്ന ശേഷം പിതാവ് തൂങ്ങി മരിക്കുകയായിരുന്നു.
സുനിൽ ഫാക്കറെയാണ് പിതാവ്. 56 വയസ്സായിരുന്നു. മക്കളായ ജയ് 18 വയസ്സ്, ആര്യ 10 വയസ്സ് എന്നിവരെയാണ് സമനവർണ്ണയിലുള്ള വാടക വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയത്. ഭാര്യ ഉപേക്ഷിച്ചു പോയതോടെ കുട്ടികളെ തനിച്ചു നോക്കേണ്ട സ്ഥിതി വന്നതാവാം ഇദ്ദേഹത്തെ ഇത്തരത്തിലൊരു കടുംകൈയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കയറുപയോഗിച്ച് കഴുത്ത് ഞെരിച്ചാണ് ഇയാൾ കുട്ടികളെ കൊലപ്പെടുത്തിയത്. കഴുത്ത് ഞെരിക്കുന്നതിന് മുമ്പ് ഇയാൾ 2 കുട്ടികൾക്കും വിഷം നൽകിയതായി സംശയിക്കുന്നതായി സിൽവാസ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രതികരിച്ചു. മഹാരാഷ്ട്ര സ്വദേശികളായ കുടുംബം കഴിഞ്ഞ 20 വർഷമായി സിൽവാസയിലാണ് താമസിക്കുന്നത്. മുംബൈക്കടുത്തുള്ള റായ്ഗഡ് സ്വദേശികളാണ് ഇവർ. 2 ആഴ്ച മുൻപാണ് ഭാര്യ ഇദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയത്. മക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടി വന്ന സ്ഥിതിയായി അദ്ദേഹത്തിന്. അപ്പോൾ ഭിന്നശേഷിക്കാരനാണ്. അപ്പോൾ മക്കളെ എങ്ങനെ വളർത്തുമെന്ന ആശങ്കയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്തായാലും സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഇതിനിടെ 3 മാസം വളർച്ചയെത്തിയ ഭ്രൂണം കണ്ടെത്തിയ ട്രെയിനിലെ കോച്ചിൽ രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസിലെ S3 കോച്ചിലെ 51, 52 സീറ്റുകളിലാണ് രക്തക്കറ കണ്ടെത്തിയത്. ട്രെയിനിലെ S3, S4 കോച്ചുകളെ ബന്ധിപ്പിക്കുന്ന ഭാഗത്തായിരുന്നു മാലിന്യക്കൂട്ടത്തിന് സമീപത്തായി കഴിഞ്ഞ ആഴ്ച ഭ്രൂണം കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാത്രി ആലപ്പുഴയിലെത്തിയ ട്രെയിൻ വൃത്തിയാക്കുന്നതിനിടെ ശുചീകരണ തൊഴിലാളികളാണ് മാലിന്യക്കൂട്ടയിൽ ഭ്രൂണം കണ്ടെത്തിയത്. ഉടൻ റെയിൽവേ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ S3, S4 കോച്ചുകളിൽ യാത്ര ചെയ്തവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. നിർത്തിയിട്ട ട്രെയിനിൽ പുറത്തുനിന്നെത്തിയ ആരെങ്കിലും ആണോ ഭ്രൂണം ഉപേക്ഷിച്ചതെന്ന് പരിശോധിക്കുകയാണ്. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളും സമീപത്തെ ആശുപത്രികളിൽ നിന്നുള്ള വിവരങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ഭ്രൂണത്തിന്റെ DNA സാമ്പിളും രക്തക്കറയുടെ സാമ്പിളും DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്.